പറഞ്ഞു കഴിഞ്ഞാൽ കിടു ഒരു രക്ഷയില്ല. കാരണം ഞാൻ ഒരു സാധനവും വെറുതെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇത് ഓക്കെ ആണെന്ന് പറയുന്നൊരു രീതിയല്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ സഹിതം ഞാനിപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലം പോകുന്ന റൂട്ടാണ്. നല്ല കിടിലൻ മഞ്ഞെന്ന് പറഞ്ഞാൽ കിടിലൻ മഞ്ഞാണ്. ഹെഡ്ലൈറ്റ് മാറ്റുന്നതിന് മുമ്പ് ഫോഗ് ലാമ്പ് നമുക്ക് കൂടിയത് മേടിച്ചിട്ടാലോ ഒന്ന്. ഒരു കാരണവശാലും നിങ്ങൾ ഫോഗ് ലാമ്പ് മാറ്റേണ്ട ആവശ്യമില്ല. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വാഹനത്തിൻ്റെ വെട്ടം വന്നു കഴിഞ്ഞാൽ റോഡ് വിസിബിലിറ്റി കാണത്തില്ല. ഇവിടെ ആ ഒരു പ്രശ്നമില്ല. രാത്രി വാഹനം ഓടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള വാഹനങ്ങളുടെ വെട്ടം കാരണം നിങ്ങളുടെ സ്വന്തം വാഹനത്തിൻ്റെ വെട്ടം ഒട്ടും തന്നെ ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? ക്രോസ് ലിങ്ക് വീൽസിൻ്റെ ഏറ്റവും പുതിയ മോഡൽ 192 വാട്ട്സിൻ്റെ പുതിയ ബൾബ് ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും ക്രോസ് ലിങ്ക് വീൽസിൻ്റെ ഒരുപാട് ടൈപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. 130 വാട്ട്സ് കാണിച്ചിട്ടുണ്ട്, 156 വാട്ട്സ് കാണിച്ചിട്ടുണ്ട്, ഇപ്പം 192 വാട്ട്സ്. എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ബൾബ് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ 200 വാട്ട്സിന് താഴെ നിൽക്കണം. കാരണം ഒരുപാട് മോഡൽസ് ഉണ്ട്, 230, 240, 300, 350 എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ വാട്ട്സിൻ്റെ നിങ്ങൾ കാണാറുണ്ട്. പക്ഷേ അത് വാഹനത്തിന് എത്ര പണി ഉണ്ടാക്കുമെന്ന്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങളുടെ വാഹനത്തിൻ്റെ വയറിങ്ങിന് പ്രശ്നം വരുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് പ്രശ്നം വരുന്നത്. കാരണം നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ബൾബിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചോണം. കാരണം നമ്മുടെ വാഹനത്തിൻ്റെ വയറിങ് ഇതെല്ലാം പ്രശ്നം ഉണ്ടാകാത്ത രീതി വേണം നിങ്ങളൊരു ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ. അങ്ങനെ നോക്കുന്ന സമയത്ത് 192 വാട്ട് വരുന്ന ഈ ഒരു മോഡൽ കിടുവാണ്. അതുമാത്രമല്ല ഇതിന് 19,800 ലൂമൻ എന്ന് പറഞ്ഞാൽ വെട്ടം കിട്ടുന്ന മോഡലാണ് ഞാൻ ഈ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഈ മോഡൽ ഞാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഒരു 2-3 ആഴ്ച കഴിഞ്ഞേ കാണത്തുള്ളൂ. കാരണം ഞാൻ പല റോഡ് കണ്ടീഷനും കൂടെ ഓടിച്ച് നോക്കി, മഴയുള്ള സമയത്തും മഞ്ഞുള്ള സമയത്ത് കൂടെയൊക്കെ ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണത്തുള്ളൂ. ഈ വീഡിയോയ്ക്കകത്ത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിരിക്കും. എന്നിട്ടേ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ പറയത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. നമ്മൾ ഈ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പോകുന്ന എൻ്റെ സെലീറിയോ തന്നെയാണ്. അതിലുള്ള നാവോ ഇവോ റീപ്ലേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി കുറച്ച് നാൾ ഈ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഞാൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നാവോ ഇവോ മാറ്റി വെച്ച് ഇവനെ മാത്രം ആക്കണോ വേണ്ടോ എന്നുള്ളൊരു തീരുമാനം ഞാൻ ഇന്ന് പറയാം. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ പലരും ചോദിക്കാമായിരിക്കും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 15,199 പക്ഷേ അത്രയും വരത്തില്ല. നല്ലൊരു ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ തരുന്നതായിരിക്കും. ഏതായാലും അങ്ങനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞോളാം. ഏതായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം. ടടാൻ ആ താഴെ പോയ സാധനമാണ് വാറണ്ടി കാർഡ്. ഈ വാറണ്ടി കാർഡ് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചോണം. ഇതുപോലെ താഴെ പോയി കഴിഞ്ഞാൽ തീർന്നു. 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടുന്നതാണ്. യെസ്, അപ്പോൾ ഇവനാണ് നമ്മുടെ പുതിയ മോഡൽ ഹെഡ്ലൈറ്റ് ബൾബ് വരുന്നത്. ഓക്കെ, ഇതൊരു H4 ടൈപ്പാണ്. എല്ലാ മോഡൽസിൻ്റെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡ്രൈവറിൽ തന്നെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജൂലൈ 2025 പ്രൊഡക്ഷൻ നടത്തിയ മോഡലാണ്. പല വീഡിയോസിലും ഞാനിത് അഴിക്കുന്നതും ഫിറ്റ് ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾ പുതിയതായിട്ട് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ, സ്ഥിരം കാണുന്ന ആൾക്കാരാണെങ്കിൽ ഓടിച്ചു വിടാം. ഈ ഒരു റബ്ബർ ക്യാപ്പ്, ഇതിൻ്റെ മേളിൽ വരുന്ന റബ്ബർ ക്യാപ്പാണ് നമുക്ക് ആദ്യം റിമൂവ് ചെയ്യേണ്ടത്. ഇത് നേരത്തെ LED ആയതുകൊണ്ട് ഞാൻ ഈ LED ആദ്യം ഊരി എടുക്കുകയാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട രീതി ഇതല്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു റബ്ബർ ക്യാപ്പ് ഊരിയെടുക്കണം. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിലോട്ട് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സോക്കറ്റ് ആയിരിക്കും. ഈ ഒരു സോക്കറ്റ്, ഈ കാണുന്ന സോക്കറ്റ്, ഈ ഒരു സോക്കറ്റ് ഇതിൽ നിന്ന് ഊരി ബാക്കിലോട്ട് എടുക്കുക. അതിനുശേഷം ഈ റബ്ബറിൻ്റെ ക്ലിപ്പ് അല്ലെങ്കിൽ റബ്ബറിൻ്റെ ഡസ്റ്റ് ക്യാപ്പ് എന്നറിയപ്പെടുന്ന ഈ ഒരു ക്യാപ്പിനെ നമ്മൾ മാറ്റി വയ്ക്കണം. ഡസ്റ്റ് ക്യാപ്പ് മാത്രമല്ല, ഇത് വെതർ ക്യാപ്പ് എന്ന് പറയാം. കാരണം ഡസ്റ്റോ വാട്ടറോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ക്യാപ്പാണ്. ഇതിന് ശേഷം ഇതിനകത്തൊരു ക്ലാമ്പ് വരുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് അത്ര വ്യക്തമായിട്ട് ചിലപ്പം കാണാൻ പറ്റിയെന്ന് വരത്തില്ല. ആ ഒരു ക്ലാമ്പിനെ, ഈ കാണുന്നൊരു ക്ലാമ്പിനെ താഴോട്ട് പ്രസ് ചെയ്ത് അങ്ങോട്ട് വലിക്കണം. ഈ കാണുന്ന ക്ലാമ്പ് താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ ക്ലിപ്പ് ഊരിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഇത് ഓപ്പൺ ചെയ്തെടുത്താൽ ഇതിൻ്റെ ലോക്ക് എടുക്കാൻ സാധിക്കും. അതായത് ഞാൻ ഈ എടുത്തിരിക്കുന്ന ലോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അഡീഷണലായിട്ട് ഇട്ട ഈ ഒരു നാവോ ഇവോയുടെ ഹെഡ്ലൈറ്റ് ബൾബിൻ്റെയാണ്. ഇത് ഞാൻ തിരിച്ച് അതിലോട്ട് തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബൾബ് ഞാൻ തൽക്കാലം മാറ്റി വെച്ചു. ഇനി നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ ക്രോസ് ലിങ്ക് വീൽസിൻ്റെ ലൈറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഇതിൻ്റെ ക്യാപ്പ് തിരിച്ച് ഊരിയെടുക്കുക. ഇത് H4 ബൾബിൻ്റെയാണ്. നിങ്ങൾ മനസ്സിൽ വെച്ചോണോ, ഓർത്ത് വെച്ചോണോ, H4ൻ്റെയാണ്. ബാക്കി മിക്ക ബൾബിൻ്റെ ഇതുപോലെ തന്നെ തിരിച്ച് ക്യാപ്പ് ഊരിയെടുത്ത് ക്യാപ്പ് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ബൾബ് ഫിക്സ് ചെയ്യുന്നത്. അതും മറക്കണ്ട. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ക്യാപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഊരിയതുപോലെ തന്നെ തിരിച്ച് ഇൻസേർട്ട് ചെയ്തു. ഇത് തിരിച്ച് അതുപോലെ തന്നെ ലോക്ക് ചെയ്തു. സിമ്പിൾ, അത്രയേ ഉള്ളൂ. ബൾബ് ഇടുന്നതിന് മുമ്പ് ഡസ്റ്റ് ക്യാപ്പ് ഇത് മസ്റ്റാണ്. ഫിക്സ് ചെയ്യാതിരിക്കരുത്. പണി കിട്ടുന്ന വഴി അറിയില്ല. ഇതിട്ടില്ലെങ്കിലും ലൈറ്റൊക്കെ കത്തും ഓടുകയൊക്കെ ചെയ്യും. പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ ഹെഡ്ലൈറ്റിനകത്ത് ഫുള്ള് മിസ്റ്റ് പിടിക്കാനും കളർ ചേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഇടാതെ ഹെഡ്ലൈറ്റ് ബൾബ് ഇടാൻ പാടില്ല. ഓക്കെ,
ഇനി ഞാനിത് ഇൻസേർട്ട് ചെയ്യുകയാണ്. നോക്കിക്കൊണ്ട് നേരെ അങ്ങോട്ട് കയറ്റുക. എന്നിട്ട് പതുക്കെ ഇനി തിരിച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആ ലോക്കിലോട്ട് വരും. എന്നിട്ട് അകത്തോട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ തിരിച്ചത് സ്ട്രെയിറ്റ്, അതായത് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ തന്നെ കറക്റ്റായിട്ട് ഇത് ആഡ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പം ഞാനിത് കണക്ട് ചെയ്തതിന് ശേഷം അപ്പുറത്തേയും കൂടെ പെട്ടെന്നൊന്ന് കണക്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പം നമുക്കിനി ഒന്ന് ഇട്ട് നോക്കാം. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ പാർക്ക് ലൈറ്റ് ഇട്ടു, ഹെഡ്ലൈറ്റ് ഇട്ടു. ഇതാണ് നമ്മുടെ ലോ, ഇത് നമ്മുടെ ഹൈ. ഇനി പാസ് ബൈ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇനി രാത്രി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് ഇന്ന് ഞാൻ പറയത്തില്ല, കുറച്ച് ദിവസം ഡ്രൈവ് ചെയ്തതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട്. കിടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടു, ഒരു രക്ഷയില്ല. കാരണം ഞാൻ ഒരു സാധനവും വെറുതെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇത് ഓക്കെ ആണെന്ന് പറയുന്നൊരു രീതിയല്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ സഹിതം ഞാനിപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാനം പോകുന്ന റൂട്ടാണ്. നല്ല കിടിലൻ മഞ്ഞെന്ന് പറഞ്ഞാൽ കിടിലൻ മഞ്ഞാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ബ്രൈറ്റാണ്, അത് ലോ ആണ് ഇട്ടിരിക്കുന്നത്. ലോ, ആർക്കും ബുദ്ധിമുട്ട് വരത്തില്ല. നല്ല കിടു മഞ്ഞുള്ളപ്പോൾ ഉള്ളൊരു വെട്ടമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല. സൗണ്ടൊന്നും പുറത്ത് വരുന്നില്ല. ഏതായാലും ഇനി ബാക്കിയുള്ള വീഡിയോ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അതായത് എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു വാഹനത്തിൻ്റെ വെട്ടം വന്നു കഴിഞ്ഞാൽ റോഡ് വിസിബിലിറ്റി കാണത്തില്ല. ഇവിടെ ആ ഒരു പ്രശ്നമില്ല. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു വാഹനം വന്നാലും കിടുവായിട്ട് നമുക്ക് റോഡ് കാണാൻ പറ്റും. മഴ നനഞ്ഞ് റോഡ് നനഞ്ഞ് കിടക്കുകയാണെങ്കിലും വഴി കാണാനുള്ള ബുദ്ധിമുട്ട് ഈ ഒരു ഹെഡ് ലൈറ്റിന് ആ ഒരു പ്രശ്നം വരുന്നില്ല. നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് റോഡ് കാണാൻ സാധിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്ത് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. ഒരു പ്രശ്നം നിങ്ങളുടെ വാഹനത്തിൻ്റെ വയറിംഗ് കിറ്റിനും വരത്തില്ല. കാരണം ഞാനത് അത്രയും ഉറപ്പ് വരുത്തിയാണ് പറയുന്നത്. 192 വാട്ട്സ് വരുന്ന ക്രോസ് ലിങ്ക് വീൽസിൻ്റെ ഈ ഒരു മോഡൽ കിടുവാണ്. മഞ്ഞ് കാണാൻ സാധിക്കും. ഇത് കണ്ടോ. ഇപ്പം ഞാൻ ഈ ഹെഡ്ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഹെഡ്ലൈറ്റ് ഓഫാണ്. വേറൊരു വാഹനത്തിൻ്റെ വെട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം കണ്ടോണം. മഞ്ഞുണ്ടായിട്ട് പോലും നമുക്ക് നല്ല കിടുവായിട്ട് വഴിയും കാണാൻ പറ്റും, വഴിയുടെ വരയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്, ഒരു സംശയമില്ലാതെ നമുക്കത് പറയാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് തന്നെ കാണാം, വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് രാത്രിയൊക്കെ ഇനി യാത്ര പോകുമ്പോൾ ഒന്നും പേടിക്കണ്ട. മഞ്ഞുള്ള സ്ഥലത്തൂടെയൊക്കെ പോവുകയാണെങ്കിൽ ഇതാണ് കൃത്യമായിട്ടുള്ളൊരു എക്സാമ്പിൾ. കണ്ടോ, വഴി നല്ല നീറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ ആവശ്യം, പലരും പറയുന്നൊരു കാര്യമാണ് ഹെഡ്ലൈറ്റ് മാറ്റുന്നതിന് മുമ്പ് ഫോഗ് ലാമ്പ് നമുക്ക് കൂടിയത് മേടിച്ചിട്ടാലോ എന്ന്. ഒരു കാരണവശാലും നിങ്ങൾ ഫോഗ് ലാമ്പ് മാറ്റേണ്ട ആവശ്യമില്ല. ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് നല്ല വെട്ടമുള്ളത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. നല്ല രീതിക്ക് നമുക്ക് റോഡ് വിസിബിലിറ്റി കിട്ടും. പിന്നെ എന്തിനാണ് വെറുതെ പൈസ കളഞ്ഞ് ഫോഗ് ലാമ്പിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നല്ലൊരു ഹെഡ്ലൈറ്റ് ബൾബ്, ഞാൻ ഈ പറയുന്നൊരു ബൾബ് നിങ്ങൾക്ക് 100%, 100ൽ 110% നിങ്ങൾക്ക് നല്ല രീതിക്ക് വിസിബിലിറ്റി കിട്ടിയിരിക്കും. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കുക. കാരണം ഞാൻ ട്രൈ ചെയ്ത് ഇപ്പോഴത്തേക്കും ഏകദേശം 1 മാസത്തോളമായി ഞാൻ ഈ ഒരു ഡ്രൈവ് സൈക്കിൾ ഇങ്ങനെ നോക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മഞ്ഞൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ മഴയൊക്കെ പെയ്ത് റോഡ് നനഞ്ഞിരിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് നിങ്ങൾക്ക് റോഡ് കാണാൻ സാധിക്കും. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഹൈ ബീം യൂസ് ചെയ്യരുത്. യൂസ് ചെയ്താൽ ഓപ്പോസിറ്റ് സൈഡ് വരുന്നവന് 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ട് ഒരു കാരണവശാലും ഹൈ ബീം യൂസ് ചെയ്യാൻ പാടില്ല. കിടക്കുന്ന ഒരു റോഡിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല മഞ്ഞൊക്കെ അങ്ങ് മാറി മഴയൊക്കെ പെയ്ത് സെറ്റായി കിടക്കുന്ന ഒരു റോഡിൻ്റെ അവസ്ഥ. ഇപ്പം മഞ്ഞ് പിന്നെയും വന്നു. വാവ്, ഏത് മഞ്ഞ് വന്നാലും നല്ല രീതിക്ക് നമുക്ക് വഴി കാണാൻ സാധിക്കും. മഞ്ഞ് കാണാൻ വന്ന ഞങ്ങളുടെ ഒരു അവസ്ഥയെ ഫുൾ മഞ്ഞിൻ്റെ കളിയായി. പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇടുക. ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. ഏതായാലും നല്ല കിടു ഒരു ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും. അതും 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉൾപ്പെടെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഏതായാലും സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് മെസ്സേജ് ഇട്ടോളൂ.